നമസ്കാരം. ഷെക്കേന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ അനൂപ് ജോസഫ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. ഇറാനും യുഎസും തമ്മിൽ കരാറിലെത്തിയതിനെ തുടർന്ന് ലോകത്തിന്റെ ഇന്ധന ദുരിതമൊഴിയുന്നു. ഇറാന്റെ തീരങ്ങളിൽ യുഎസ് സേനയുടെ നാവിക ഉപരോധം പിൻവലിച്ചതിന് പിന്നാലെ മാസങ്ങളായി അടഞ്ഞുകിടക്കുന്ന ഹോർമുസ് കടലിടുക്ക് വഴി 1.2 കോടി ബാരൽ ക്രൂഡ് ഓയിൽ പുറത്തെത്തിയെന്ന് യുഎസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് അറിയിച്ചു. എന്നാൽ പ്രതീക്ഷിച്ച രീതിയിൽ ക്രൂഡ് വില ഇടിഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന് പരിസമാപ്തിയായതോടെ ലോകത്തിന്റെ ഇന്ധന ദുരന്തം ഒഴിയുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കരാറിന്റെ ഭാഗമായി ഇറാന്റെ തീരങ്ങളിലെ യുഎസ് സേനയുടെ നാവിക ഉപരോധം പിൻവലിച്ചതിനു പിന്നാലെ 1.2 കോടി ബാരൽ ക്രൂഡ് ഓയിൽ മാസങ്ങളായി അടഞ്ഞുകിടന്ന ഹോർമുസ് കടലിടുക്ക് വഴി പുറത്തെത്തിയെന്ന് യുഎസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പറഞ്ഞു. അതേസമയം യുഎസ് ഇറാൻ സമാധാന കരാറിന്റെ ഭാവി എന്താകുമെന്നാണ് നിക്ഷേപകർ ഉറ്റുനോക്കുന്നത്. അടിസ്ഥാന പലിശ നിരക്ക് കൂട്ടുമെന്ന ഫെഡ് പ്രഖ്യാപനവും നിക്ഷേപകരെ അലട്ടുന്നുണ്ട്. വായ്പാ ചെലവ് കൂടുതൽ കാലത്തേക്ക് ഉയർന്നു നിൽക്കുവാൻ കാരണമാകുമെന്നതാണ് ആശങ്ക. ഇതിനിടയിലും ക്രൂഡ് ഓയിൽ വില ബാരലിന് $80 താഴെ തന്നെയാണ് നിലവിൽ. സ്വർണ്ണവില കുത്തനെ ഇടിയുകയും ചെയ്തു. ഓഹരി വിപണികൾ നേട്ടം തുടരുമെന്നാണ് പ്രതീക്ഷ. ഇന്നലെ തുടർച്ചയായ 5ാമത്തെ ദിവസവും ഇന്ത്യൻ വിപണി നേട്ടത്തിലായിരുന്നു. യുഎസ് ഇറാൻ സമാധാന കരാറും ക്രൂഡ് ഓയിൽ വില കുറഞ്ഞതും യുഎസ് ഫെഡ് റിസർവിന്റെ നിലപാടുമെല്ലാം വിപണിയെ സ്വാധീനിച്ചു. 254 പോയിന്റ് ഉയർന്ന സെൻസെക്സ് 77,410 ക്ലോസ് ചെയ്തത്. 0.34% ഉയർന്ന നിഫ്റ്റി 24 168 എത്തി. BSE ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ വിപണി മൂല്യം 475 ലക്ഷം കോടി രൂപയിൽ നിന്നും 477.69 ലക്ഷം കോടിയായി ഉയർന്നു. ഇതോടെ ഇന്നലെ മാത്രം നിക്ഷേപകരുടെ സമ്പത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടത് 2.48 ലക്ഷം കോടി രൂപയാണ് എന്നും കണക്കുകൾ പറയുന്നു. കഴിഞ്ഞ 5 ദിവസത്തിനിടെ മാത്രം നിക്ഷേപകരുടെ സമ്പത്തിലേക്ക് അധികമെത്തിയത് 25 ലക്ഷം കോടി രൂപയാണ്. എന്നാൽ പ്രതീക്ഷിച്ച രീതിയിൽ ക്രൂഡ് വില ഇടിഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. പ്യൂ റിസർച്ച് സെന്ററിന്റെ പുതിയ ഡേറ്റ പ്രകാരം അമേരിക്കയിൽ കത്തോലിക്ക സഭ വിശ്വാസത്തിലേക്ക് കടന്നുവരുന്നവരുടെ എണ്ണം വളരെയധികം വർദ്ധിക്കുന്നു എന്ന കണക്കുകൾക്കൊപ്പം സഭ വിട്ടുപോകുന്നവരുടെ എണ്ണത്തിലും വർധനവുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. റിപ്പോർട്ടിലേക്ക്. അമേരിക്കയിലെ ജനസംഖ്യയുടെ ഏകദേശം 1.5% പേർ കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ചവരാണെന്ന് പഠനം വ്യക്തമാക്കുന്നു. ഏകദേശം 26.7 കോടി ക്രൈസ്തവരിൽ 40 ലക്ഷത്തോളം പേർ ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ കത്തോലിക്ക സഭയിലേക്ക് കടന്നു വന്നവരാണ്. നിലവിലെ കത്തോലിക്ക വിശ്വാസികളിൽ 8% പേർ മതപരിവർത്തിതരും 92% പേർ ജന്മനാ കത്തോലിക്കരുമാണ്. വിവിധ മത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവരാണ് കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുന്നത്. ഇവരിൽ 59% പേർ പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ നിന്നുള്ളവരാണ്. ഓർത്തഡോക്സ്, മോർമോൺ തുടങ്ങിയ മറ്റ് ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നുള്ള 9%. അതേസമയം കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുന്നതിന് മുൻപ് യാതൊരു മതവിശ്വാസവും ഉണ്ടായിരുന്നില്ലെന്ന് 22% പേർ വ്യക്തമാക്കുന്നു. മതപരിവർത്തനത്തിന് പ്രധാന കാരണം കുടുംബ വിവാഹ ബന്ധങ്ങളാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. പകുതിയോളം പേർ തങ്ങളുടെ ജീവിത പങ്കാളി കത്തോലിക്ക വിശ്വാസിയാണെന്നോ കത്തോലിക്ക ദേവാലയത്തിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നുവെന്നോ മറുപടി നൽകി. അതേസമയം സഭയിലേക്ക് എത്തുന്ന ഓരോ വ്യക്തിക്കും പകരമായി നിരവധി പേർ സഭ വിടുന്നുണ്ടെന്നും പഠനം സൂചിപ്പിക്കുന്നു. മതം മാറുന്നവരിൽ ഭൂരിഭാഗവും 30 വയസ്സിന് മുൻപാണ് തീരുമാനമെടുക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെയും കുടുംബത്തിന്റെയും വിശ്വാസ ജീവിതത്തെക്കുറിച്ചും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളെക്കുറിച്ചുമുള്ള പങ്കുവെക്കലുകൾ ലോക ശ്രദ്ധ നേടുന്നു. സുരക്ഷാ നിയന്ത്രണങ്ങൾക്കിടയിലും കുടുംബവുമായി ദേവാലയത്തിലെത്തി ദിവ്യബലിയിൽ പങ്കുചേരാൻ ശ്രമിക്കുന്നതായും വിശ്വാസം പൊതുജീവിതത്തിന് ശക്തി നൽകുന്നതായും വാൻസ് വ്യക്തമാക്കി. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും ഭാര്യ ഉഷ വാൻസും കുടുംബത്തിന്റെ വിശ്വാസ ജീവിതത്തെക്കുറിച്ചും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളെക്കുറിച്ചും പങ്കുവച്ചു. ജൂൺ 16 പുറത്തിറങ്ങിയ തന്റെ ആത്മകഥയായ കമ്മ്യൂണിയൻ ഫൈൻഡിംഗ് മൈ വേ ബാക്ക് ടു ഫെയ്ത്ത് പുറത്തിറങ്ങുന്നതിന് മുന്നോടിയായി നൽകിയ അഭിമുഖത്തിലാണ് വാൻസ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. കത്തോലിക്ക വിശ്വാസിയായ വാൻസ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പുരോഹിതർ വീട്ടിലെത്തി പരിശുദ്ധ കുർബാന അർപ്പിക്കാറുണ്ടെന്ന് പറഞ്ഞു. വൈസ് പ്രസിഡന്റ് ആയതിനാൽ ലഭിക്കുന്ന അപൂർവ സൗകര്യങ്ങളിൽ ഒന്നാണിതെന്നും അതിനെ പതിവാക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. വൈറ്റ് ഹൌസിലെ ഔദ്യോഗിക ചുമതലകളോ മറ്റ് അടിയന്തര സാഹചര്യങ്ങളോ കാരണം ചിലപ്പോൾ ദേവാലയത്തിൽ എത്താൻ കഴിയാതെ വരുമ്പോഴാണ് വീട്ടിൽ കുർബാന അർപ്പിക്കേണ്ടി വരുന്നതെന്ന് വാൻസ് പറഞ്ഞു. എന്നാൽ കുടുംബമായി ദേവാലയത്തിൽ നേരിട്ടെത്തി പരിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നതിന് തന്നെയാണ് തങ്ങൾ പ്രാധാന്യം നൽകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭാര്യ ഉഷ വാൻസ് വൈസ് പ്രസിഡന്റിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ മൂലം റോഡുകൾ അടയ്ക്കുകയും ദേവാലയങ്ങളിലെ വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും ചെയ്യാറുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി. അതിനാൽ സാധാരണ വിശ്വാസികളുടെ ആരാധനയെ ബാധിക്കാതിരിക്കാനായി കുർബാനയുടെ സമയവും ദേവാലയവും ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കാറുണ്ടെന്നും അവർ പറഞ്ഞു.
ചെറിയ ദേവാലയങ്ങളാണ് കൂടുതലായും തെരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നതെന്നും സുരക്ഷാ പരിശോധനകൾ മൂലം മറ്റ് വിശ്വാസികൾക്ക് അസൗകര്യമുണ്ടാകാതിരിക്കുകയാണ് ലക്ഷ്യമെന്നും വാൻസ് വ്യക്തമാക്കി. കുട്ടികളെ വിശ്വാസ ജീവിതത്തിലേക്ക് നയിക്കുന്നതിനൊപ്പം സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം പാലിക്കണമെന്നാണ് തങ്ങളുടെ നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ ആത്മകഥയിൽ കത്തോലിക്ക സഭയിലേക്കുള്ള വിശ്വാസയാത്രയും കത്തോലിക്ക വിശ്വാസ സ്വീകരണവും വിശദീകരിക്കുന്ന വാൻസ് സഭയുടെ പാരമ്പര്യവും ആഗോളതലത്തിലുള്ള ഏകത്വബോധവുമാണ് തന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതെന്നും നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്ത് ഇനി വത്തിക്കാനിലും. 2026 ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്ത് ലിയോ മാപ്പായ്ക്ക് സമ്മാനിച്ച് ആതിഥേയ രാജ്യങ്ങളുടെ പ്രതിനിധികൾ. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികളെ ആവേശത്തിലാഴ്ത്തിയ 2026 ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്ത് ലിയോ പാപ്പയ്ക്ക് സമ്മാനിച്ച് വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾ. ജൂൺ 17 ബുധനാഴ്ച വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടന്ന പൊതു കൂടിക്കാഴ്ചയ്ക്കിടെയാണ് 2026 ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളുടെ വത്തിക്കാനിലെ അംബാസഡർമാർ പാപ്പയ്ക്ക് ലോകകപ്പിന്റെ ഔദ്യോഗിക പന്ത് സമ്മാനിച്ചത്. അഡിഡാസ് ട്രയോണ്ട എന്ന പേരിലുള്ള ലോകകപ്പ് പന്തിൽ ആതിഥേയ രാജ്യങ്ങളുടെ ദേശീയ ചിഹ്നങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാനഡയെ പ്രതിനിധീകരിച്ച് മേപ്പിളില, മെക്സിക്കോയെ സൂചിപ്പിച്ച് കഴുകൻ, അമേരിക്കയുടെ നക്ഷത്രങ്ങൾ എന്നിവ പന്തിന്റെ രൂപകൽപ്പനയിൽ പ്രതിഫലിക്കുന്നു. അമേരിക്ക, കാനഡ, മെക്സിക്കോ രാജ്യങ്ങളുടെ വത്തിക്കാനിലെ അംബാസഡർമാരായ ബ്രയാൻ ഫ്രാൻസിസ് ബർച്ച്, ആൽബർട്ടോ ബരാങ്കോ ചവാരിയ, ജോയ്സ് നേപ്പിയർ എന്നിവർ ചേർന്നാണ് ഔദ്യോഗിക പന്ത് പാപ്പയ്ക്ക് സമ്മാനിച്ചത്. ജനങ്ങളെയും സംസ്കാരങ്ങളെയും രാജ്യാതിർത്തികളെയും ബന്ധിപ്പിക്കുന്ന ഒരു ഫുട്ബോൾ പന്ത് പാപ്പയ്ക്ക് എന്ന കുറിപ്പോടെയാണ് കാനഡയുടെ വത്തിക്കാൻ എംബസി സാമൂഹ്യ മാധ്യമമായ എക്സിൽ ചിത്രം പങ്കുവച്ചത്. ഫുട്ബോളിനെ വെറുമൊരു കായിക വിനോദമായി കാണുന്നതിലുപരി ഒരുമിച്ച് പ്രവർത്തിക്കുക എന്ന ജീവിത പാഠം പകരുന്ന ഒരു ടീം ഗെയിമായി ലിയോ പാപ്പ ഫുട്ബോളിനെ വിശേഷിപ്പിച്ചിരുന്നു. മക്കളെ നഷ്ടപ്പെട്ടതിന്റെ വേദന അനുഭവിക്കുന്ന മാതാപിതാക്കൾക്കായി ഹൃദയസ്പർശിയായ സന്ദേശവുമായി ലിയോ 14 പാപ്പ 2026 ഡേ ഫോർ ലൈഫ് ആചരണത്തോടനുബന്ധിച്ച് നൽകിയ സന്ദേശത്തിലാണ് പാപ്പ പ്രാർത്ഥനയും ആത്മീയ സാമീപ്യവും അറിയിച്ചത്. മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് ആശ്വാസവാക്കുകളുമായി ലിയോ 14 പാപ്പ. കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിന്റെ വേദന അനുഭവിക്കുന്ന മാതാപിതാക്കൾ ദൈവസ്നേഹത്തിൽ പ്രത്യാശ കണ്ടെത്തണമെന്നും സഭ അവരുടെ കൂടെയുണ്ടെന്നും പാപ്പ സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു. ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലൻഡ്, അയർലൻഡ് രാജ്യങ്ങളിലെ ഡേ ഫോർ ലൈഫ് ആചരണത്തോടനുബന്ധിച്ച് നടത്തിയ സന്ദേശത്തിലാണ് ലിയോ 14 പാപ്പ ദുഃഖത്തിലായ മാതാപിതാക്കൾക്ക് പ്രത്യേക പ്രാർത്ഥനയും സാമീപ്യവും അറിയിച്ചത്. ഗർഭധാരണ നിമിഷം മുതൽ ഓരോ മനുഷ്യജീവനും ദൈവം സ്നേഹിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്തതിനാൽ അനന്തമായ മഹത്വമുള്ളതാണെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. കുഞ്ഞിനെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ ദൈവം തങ്ങളെയും തങ്ങളുടെ കുഞ്ഞിനെയും സ്നേഹിക്കുന്നുവെന്ന ഉറച്ച വിശ്വാസത്തിൽ ആശ്വാസവും സമാധാനവും കണ്ടെത്തട്ടെ എന്ന് പാപ്പ പ്രാർത്ഥിച്ചു. മരണം അവസാന വാക്കല്ലെന്നും ദൈവസ്നേഹം മനുഷ്യജീവിതത്തെ നിത്യജീവിതത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നുവെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പ്രാർത്ഥനയാലും കൂദാശകളാലും പരിപോഷിപ്പിക്കപ്പെടുന്ന വിശ്വാസ ജീവിതത്തിലൂടെ മാതാപിതാക്കൾക്ക് ശാന്തി ലഭിക്കുമെന്നും ക്രൈസ്തവ സമൂഹം അവരുടെ ദുഃഖഭാരത്തിൽ ഒപ്പമുണ്ടാകണമെന്നും പാപ്പ പ്രത്യാശ പ്രകടിപ്പിച്ചു. മക്കളെ നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ കണ്ണീർ സഭയുടെ സാമീപ്യം ഉറപ്പാക്കി. പ്രത്യാശയുടെയും നിത്യജീവ വിശ്വാസത്തിന്റെയും സന്ദേശമാണ് ലിയോ 14 പാപ്പ ലോകത്തിന് നൽകുന്നത്. ദൈവത്തിന്റെ സ്നേഹനിർഭരമായ കണ്ണുകൾ എപ്പോഴും ഞങ്ങളുടെ മേലുണ്ടെന്ന് വയോജനങ്ങളോട് ലിയോ 14 പാപ്പ. 6ാമത് ലോക മുത്തശ്ശി മുത്തശ്ശന്മാരുടെയും വയോജനങ്ങളുടെയും ദിനത്തോടനുബന്ധിച്ച് വത്തിക്കാൻ പ്രസിദ്ധീകരിച്ച പാപ്പയുടെ സന്ദേശത്തിലാണ് പ്രത്യാശയുടെ ഈ വാക്കുകൾ. ദൈവത്തിന്റെ സ്നേഹനിർഭരമായ കണ്ണുകൾ എപ്പോഴും നിങ്ങളുടെ മേലുണ്ടെന്ന് 2026 മുത്തശ്ശി മുത്തശ്ശന്മാർക്കും വയോജനങ്ങൾക്കും വേണ്ടിയുള്ള ആഗോള ദിന സന്ദേശത്തിൽ ലിയോ 14 പാപ്പ. ജൂലൈ 4 ഞായറാഴ്ച ആചരിക്കുന്ന 6ാമത് മുത്തശ്ശി മുത്തശ്ശന്മാർക്കും വയോജനങ്ങൾക്കും വേണ്ടിയുള്ള ആഗോള ദിനത്തോടനുബന്ധിച്ചാണ് പാപ്പയുടെ സന്ദേശം വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചത്. ഞാൻ നിന്നെ ഒരിക്കലും മറക്കുകയില്ല എന്ന ഏശയ്യാ പ്രവാചകന്റെ വചനങ്ങളെ ആസ്പദമാക്കിയുള്ള സന്ദേശത്തിൽ ദൈവം തന്റെ ജനത്തെ ഒരിക്കലും മറക്കില്ലെന്നും ഓരോരുത്തരുടെയും മുഖം തന്റെ കരങ്ങളിൽ കൊത്തിവെച്ചിരിക്കുകയാണെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ഏകാന്തതയും രോഗവും മൂലം പല വയോജനങ്ങളും മറക്കപ്പെട്ടവരാണെന്ന തോന്നലിൽ ജീവിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയ പാപ്പ ഏത് പ്രായത്തിലും നാം ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളാണെന്ന സത്യം വീണ്ടും കണ്ടെത്താനുള്ള അവസരമാണ് ഈ ദിനമെന്നും പറഞ്ഞു. മുത്തശ്ശി മുത്തശ്ശന്മാരെയും പ്രായമായ ബന്ധുക്കളെയും സന്ദർശിക്കുന്ന മനോഹരമായ പതിവ് പുനരുജ്ജീവിപ്പിക്കുവാൻ യുവജനങ്ങളോട് പാപ്പ ആഹ്വാനം ചെയ്തു. സന്ദർശിക്കാൻ ആരുമില്ലാത്ത വയോജനങ്ങളെയും തേടിച്ചെന്ന് സ്നേഹവും കരുതലും പകരണമെന്നും പാപ്പ അഭ്യർത്ഥിച്ചു. വാർദ്ധക്യം ദൗർബല്യത്തിന്റെ കാലമല്ലെന്നും ദൈവത്തിലേക്ക് തിരിയുവാൻ ഒരിക്കലും വൈകിപ്പോകില്ലെന്നും ലിയോ പാപ്പ ഓർമ്മിപ്പിച്ചു. ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലും ദൈവസ്നേഹത്തിന്റെ ആഴം കണ്ടെത്താൻ കഴിയുമെന്ന് പാപ്പ പറഞ്ഞു. യുദ്ധങ്ങളും സാമൂഹിക അസ്വസ്ഥതകളും ലോകത്തെ അലട്ടുന്ന ഈ കാലഘട്ടത്തിൽ സമാധാനത്തിനായി പ്രാർത്ഥിക്കാൻ വയോജനങ്ങളോട് ആഹ്വാനം ചെയ്ത പാപ്പ ജപമാലയിലൂടെ തനിക്കായി പ്രാർത്ഥിക്കുന്ന എല്ലാ മുതിർന്നവർക്കും നന്ദി രേഖപ്പെടുത്തി.
ദരിദ്രരുടെ നിലവിളി കേൾക്കാനും അവരുടെ അഭയകേന്ദ്രമാകാനും വിശ്വാസികളോട് ആഹ്വാനം ചെയ്ത് ലിയോ 14 പാപ്പ 2026 ലോക ദരിദ്രദിന സന്ദേശത്തിലാണ് ദരിദ്രരോടുള്ള സഭയുടെ ഉത്തരവാദിത്തം പാപ്പ വീണ്ടും ഓർമ്മിപ്പിച്ചത്. ലോക ദരിദ്ര ദിനത്തിനായുള്ള സന്ദേശത്തിൽ ദൈവത്തെ ദരിദ്രരുടെ അഭയകേന്ദ്രമായി പ്രതിഫലിപ്പിക്കുകയാണ് ലയോ 14 പാപ്പ. കർത്താവാണ് ദരിദ്രരുടെ അഭയകേന്ദ്രമെന്ന സങ്കീർത്തനവാക്യം ആസ്പദമാക്കി പുറത്തിറക്കിയ സന്ദേശത്തിൽ സാമൂഹിക അനീതിയും അഴിമതിയും വിവേചനവും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ദരിദ്രരെയാണെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. ദരിദ്രരുടെ ശബ്ദം പലപ്പോഴും സമൂഹത്തിൽ അവഗണിക്കപ്പെടുന്നുണ്ടെന്നും ഡിജിറ്റൽ ലോകം പോലും നിസ്സംഗതയും മുൻവിധികളും വർദ്ധിപ്പിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. ഇന്നത്തെ ദരിദ്രർ വെറും അപ്പമല്ല, ശബ്ദവും മുഖവും നഷ്ടപ്പെട്ടവരാണ്. എന്നാൽ ദരിദ്രർ ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നവരാണെന്നും അവിടുന്ന് അവരുടെ നിലവിളി കേൾക്കുന്നുവെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ദൈവത്തിൽ അഭയം തേടുക മാത്രമല്ല, ദരിദ്രർക്കും അഭയകേന്ദ്രങ്ങളാകാൻ ക്രൈസ്തവർ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്നും പാപ്പ വ്യക്തമാക്കി. ദരിദ്രരെക്കുറിച്ച് സംസാരിക്കുന്നതിനേക്കാൾ അവരുടെ ശബ്ദം കേൾക്കുകയും അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യണം. ധനവാന്റെയും ലാസറിന്റെയും ഉപമയുടെ വെളിച്ചത്തിൽ സ്വന്തം ജീവിതവും മുൻഗണനകളും പരിശോധിക്കുവാൻ വിശ്വാസികളോട് പാപ്പ ആഹ്വാനം ചെയ്തു. നവംബർ 10 ആചരിക്കുന്ന 10ാമത് ലോക ദരിദ്ര ദിനം ദൈവത്തിൽ അഭയം തേടുന്ന അനേകം സഹോദരങ്ങളുടെയും സഹോദരിമാരുടെയും മുഖങ്ങൾ വീണ്ടും കണ്ടെത്താൻ വിശ്വാസികളെ സഹായിക്കട്ടെ എന്ന പ്രത്യാശയും ലയോ പാപ്പ പ്രകടിപ്പിച്ചു. ദരിദ്രരുടെ ജീവിതത്തിലേക്ക് കരുണയുടെ ഐക്യദാർഢ്യത്തിന്റെയും വാതിലുകൾ തുറക്കണമെന്ന ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ഇത്തവണത്തെ ലോക ദരിദ്ര ദിന സന്ദേശം. 8 വർഷത്തെ നിയമ പോരാട്ടത്തിന് വിരാമം. 2018 ശിശുക്കടത്ത് കേസിൽ മിഷണറീസ് ഓഫ് ചാരിറ്റി കുറ്റവിമുക്തരായി. ചരിത്രവിധിയുമായി റാഞ്ചി സിവിൽ കോടതി. സമീപ വർഷങ്ങളിൽ സഭ നേരിട്ട ഏറ്റവും വേദനാജനകമായ നിയമ പോരാട്ടങ്ങളിലൊന്നിന് വിരാമമിട്ട് ചരിത്രപരമായ വിധിയുമായി റാഞ്ചി സിവിൽ കോടതി. 2018 ശിശുകടത്ത് കേസിൽ മിഷണറീസ് ഓഫ് ചാരിറ്റിയിലെ ഒരു സന്യാസിനിയെയും മറ്റ് 2 പേരെയും റാഞ്ചി സിവിൽ കോടതി വെറുതെ വിട്ടു. ഏതാണ്ട് 8 വർഷത്തോളം നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഇവർ കുറ്റക്കാരല്ലെന്ന് കോടതി പ്രഖ്യാപിച്ചത്. റാഞ്ചിയിൽ മിഷണറീസ് ഓഫ് ചാരിറ്റി നടത്തുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് 14 ദിവസം പ്രായമുള്ള ഒരു ശിശുവിനെ 50,000 രൂപയ്ക്ക് വിറ്റുവെന്ന ആരോപണത്തെ കേന്ദ്രീകരിച്ചായിരുന്നു ഈ കേസ്. ഈ ആരോപണങ്ങൾ മിഷണറീസ് ഓഫ് ചാരിറ്റിയിലെ സന്യാസിനിയായ സിസ്റ്റർ കോൺസീലിയായുടെ അറസ്റ്റിലേക്ക് നയിക്കുകയും ജാർഖണ്ഡിലുടനീളമുള്ള ഈ സഭയുടെ സ്ഥാപനങ്ങൾക്കെതിരെ തീവ്രമായ പരിശോധനകൾക്ക് കാരണമാവുകയും ചെയ്തു. ജാമ്യം ലഭിക്കുന്നതിന് മുമ്പ് സിസ്റ്റർ കോൺസീലിയ 3 വർഷം ജയിലിൽ കഴിഞ്ഞു. എന്നാൽ വർഷങ്ങളോളം നീണ്ട അന്വേഷണത്തിനും വിചാരണയ്ക്കും ശേഷം സ്ഥാപനത്തിനെതിരെ ഉയർന്ന വ്യാപകമായ ശിശുകടത്ത് ആരോപണങ്ങൾ തെളിയിക്കപ്പെടാത്ത സാഹചര്യത്തിൽ കേസ് തള്ളി റാഞ്ചി സിവിൽ കോടതി. സംഭവം പുറത്തുവന്ന ഉടൻ തന്നെ മിഷണറീസ് ഓഫ് ചാരിറ്റി അന്വേഷണം നേരിടാൻ പൂർണ്ണ സഹകരണം നൽകുകയും സന്യാസ സമൂഹത്തിന്റെ മൂല്യങ്ങൾക്കെതിരായ പ്രവർത്തനമാണിതെന്ന് അന്ന് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. വിധിയോട് പ്രതികരിച്ചുകൊണ്ട് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ മുൻ ജനറൽ സെക്രട്ടറിയും ഡാൽട്ടൺഗഡ് ബിഷപ്പുമായ ബിഷപ്പ് തിയോഡോർ മാസ്കരേനസ് ഈ വിധിന്യായം സത്യത്തിന്റെയും സ്ഥിരോത്സാഹത്തിന്റെയും വിശ്വാസത്തിന്റെയും വിജയമാണെന്ന് വിശേഷിപ്പിച്ചു. 8 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ നിരപരാധിത്വം തെളിയിക്കാൻ സാധിച്ച സന്തോഷത്തിലാണ് മിഷണറീസ് ഓഫ് ചാരിറ്റി സഭാ സമൂഹം. സേവനത്തിന്റെ വഴിയിൽ കൂടുതൽ ശക്തിയോടെ മുന്നോട്ടു പോകുമെന്ന പ്രതീക്ഷയിലാണ് ഈ സമർപ്പിത സമൂഹം. നൈജീരിയയിൽ ക്രൈസ്തവ സമൂഹത്തിന് നേരെ വീണ്ടും ക്രൂരമായ സായുധ ആക്രമണം. വടക്കൻ നൈജീരിയയിലെ കദൂന സംസ്ഥാനത്തുണ്ടായ ആക്രമണത്തിൽ കുട്ടികളടക്കം 9 ക്രൈസ്തവർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നൈജീരിയയിൽ ക്രൈസ്തവ സമൂഹത്തിന് നേരെ വീണ്ടും സായുധ ആക്രമണം. വടക്കൻ നൈജീരിയയിലെ കടുന സംസ്ഥാനത്തുണ്ടായ ആക്രമണത്തിൽ കുട്ടികളടക്കം 9 പേരെ അക്രമികൾ കൊലപ്പെടുത്തി. നിരവധി പേർക്ക് പരിക്കേറ്റു. കടുനയിലെ ഉങ്വാൻ മഗാജി എന്ന ക്രൈസ്തവ ഭൂരിപക്ഷ ഗ്രാമത്തിന് നേരെയാണ് തിങ്കളാഴ്ച രാത്രിയോടെ സായുധ സംഘത്തിന്റെ ആക്രമണമുണ്ടായത്. ഫുലാനി തീവ്രവാദികളാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക വിവരം. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിക്കും 11 മണിക്കുമിടയിൽ ഗ്രാമവാസികൾ ഉറങ്ങിക്കിടക്കുമ്പോഴായിരുന്നു ആയുധധാരികളായ സംഘം ഗ്രാമത്തിലേക്ക് ഇരച്ചുകയറിയത്. സായുധ സംഘം നടത്തിയ വെടിവെപ്പിൽ 4 കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 9 പേർ സംഭവസ്ഥലത്തു തന്നെ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ പരിക്കേറ്റ 11 പേരിൽ പലരുടെയും നില അതീവ ഗുരുതരമായി തുടരുകയാണെന്ന് കഫൻചാൻ രൂപത തങ്ങളുടെ ഔദ്യോഗിക സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിലൂടെ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. നൈജീരിയയിൽ പ്രത്യേകിച്ച് വടക്കൻ മധ്യമേഖലകളിൽ വലിയ തോതിലുള്ള ഒരു ക്രൈസ്തവ വിരുദ്ധ കൂട്ടക്കൊലയാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അരങ്ങേറുന്നത്. ബോക്കോ ഹറാം, ഇസ്ലാമിക് സ്റ്റേറ്റ്, ഫുലാനി സായുധ സംഘങ്ങൾ എന്നിവർ ചേർന്ന് ക്രൈസ്തവ ഗ്രാമങ്ങളെയും ദേവാലയങ്ങളെയും ലക്ഷ്യമിട്ട് നിരന്തരം ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. കഫൻചാൻ രൂപത ബിഷപ്പ് ജൂലിയസ് യാക്കൂബ് ഉൾപ്പെടെയുള്ള പിതാക്കന്മാർ ഈ നരനായാട്ടിനെ ശക്തമായി അപലപിക്കുകയും ജനങ്ങൾക്ക് സുരക്ഷയൊരുക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഓപ്പൺ ഡോഴ്സ് പോലുള്ള അന്താരാഷ്ട്ര ഏജൻസികളുടെ റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ക്രൈസ്തവർ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് നൈജീരിയ.
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തെ ഏറ്റവും വലിയ അട്ടിമറികളിലൊന്ന് സംഭവിച്ചു. ഗൂഗിളിന്റെ വൈസ് പ്രസിഡന്റും കമ്പനിയുടെ മുൻനിര AI മോഡലുമായ ജെമിനിയുടെ സഹമേധാവിയുമായ ഇതിഹാസ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞൻ നോം ഷാസിർ ഗൂഗിൾ വിട്ട് എതിരാളികളുടെ ഓപ്പൺ AIയിൽ ചേർന്നു. 2 വർഷം മുമ്പ് $270 കോടി മുടക്കി ഗൂഗിൾ സ്വന്തമാക്കിയ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനാണ് ഇപ്പോൾ ഗൂഗിളിന്റെ ഏറ്റവും വലിയ എതിരാളികളുടെ ചേരിയിലേക്ക് മാറുന്നത്. ഗൂഗിളിന്റെ വൈസ് പ്രസിഡന്റും കമ്പനിയുടെ മുൻനിര AI മോഡലായ ജെമിനിയുടെ സഹമേധാവിയുമായ ഇതിഹാസ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞൻ നോം ഷാസിർ ഗൂഗിൾ വിട്ട് എതിരാളികളായ ഓപ്പൺ AIയിൽ ചേർന്നു. 2 വർഷം മുൻപ് $270 കോടി മുടക്കി ഗൂഗിൾ സ്വന്തമാക്കിയ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനാണ് ഇപ്പോൾ ഗൂഗിളിന്റെ ഏറ്റവും വലിയ എതിരാളികളുടെ ചേരിയിലേക്ക് മാറുന്നത്. ഷാസിറിന്റെ ഈ നടപടി ടെക് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ബുധനാഴ്ച തന്റെ ഔദ്യോഗിക X ഹാൻഡിലൂടെയാണ് നോം ഷാസിർ ഈ നിർണായക തീരുമാനം പുറത്തുവിട്ടത്. AI വിപ്ലവത്തിന്റെ മുൻനിരയിലുള്ള ഓപ്പൺ AIയിൽ ചേരുന്നതിൽ തനിക്ക് വലിയ സന്തോഷമുണ്ടെന്നും അവിടുത്തെ അസാധാരണ പ്രതിഭകളോടൊപ്പം പ്രവർത്തിക്കാൻ കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. 48-കാരനായ നോം ഷാസിർ വെറുമൊരു AI ഗവേഷകൻ മാത്രമല്ല, ആധുനിക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ തന്നെ അടിത്തറ പാകിയ വ്യക്തികളിൽ ഒരാളാണ്. ഗൂഗിളിന്റെ പ്രാരംഭഘട്ടത്തിലെ ജീവനക്കാരിൽ ഒരാളായ ഷാസിർ ChatGPT, ജെമിനി തുടങ്ങിയ എല്ലാ പ്രമുഖ AI സംവിധാനങ്ങൾക്ക് പിന്നിലും ഷാംസീറിന്റെ തന്ത്രങ്ങളും സംഭാവനകളും ഉണ്ടായിരുന്നു. ഷാസിറിന്റെ പടിയിറക്കം ഗൂഗിളിന്റെ AI തന്ത്രങ്ങൾക്ക് ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതല്ല. IPOയിലേക്ക് കടക്കാനൊരുങ്ങുന്ന ഓപ്പൺ AIക്ക് നോം ഷാസിറിന്റെ വരവ് കൂടുതൽ മൈലേജ് നൽകുമെന്നും ഓപ്പൺ AI CEO സാം ആൾട്ട്മാൻ വളരെ സന്തോഷത്തോടെയാണ് ഷാസിറിനെ സ്വാഗതം ചെയ്തത്. ഓപ്പൺ AIയുടെ തുടക്കം മുതൽ ഞാൻ ഒപ്പം പ്രവർത്തിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച വ്യക്തികളിൽ ഒരാളാണ് ഷാസിർ എന്നും അതിനായി നീണ്ട 10 വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു എങ്കിലും ഈ കാത്തിരിപ്പ് തികച്ചും മൂല്യമുള്ളതാണെന്ന് സാം ആൾട്ട്മാൻ എക്സിൽ കുറിച്ചു. ഷെക്കൈൻ അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.